ഈ പറഞ്ഞ പോലെ ഒന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞല്ലേ അല്ലേ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു നീ പാലക്കാട് സെറ്റിൽ ആവുന്നു. ആണോ? അറിയായിരുന്നു. എല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. നിന്റെ സിനിമ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നു നീ എന്താണ് പാലക്കാട്. ശരിക്കും അങ്ങനെയായിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ഇല്ലില്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. സൗഹൃദത്തിൽ നിന്നും വഴിതിരിഞ്ഞു വന്ന പ്രണയവും പ്രണയത്തിൽ നിന്ന് തിരിഞ്ഞ് ഒരു വാശിപ്പുറത്ത് വന്ന കല്യാണമാണ്. പ്രണയത്തിൽ നിന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ അപ്പോഴൊന്നും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. ഞങ്ങള് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളിതൊരു രസമല്ലേ. അന്നത്തെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലില്ല, നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ മൊബൈൽ വന്ന സമയം. പക്ഷെ അപ്പൊ അത് ഇൻകമിങ് ഔട്ട് ഗോയിങ് പൈസയാണ്. ഇത്രയും പൈസ കൊടുത്ത് പ്രണയിക്കാനുള്ള പൈസയൊന്നും അന്ന് എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന രീതിയിൽ എപ്പോഴെങ്കിലും വിളിക്കുന്ന ഒരു കോളോ കാര്യങ്ങളോ നല്ല കുറേ സംസാരിക്കും. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയങ്ങളിലുള്ള സംസാരം മാത്രമല്ല, അതിനൊരു സുഖമുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് കുറെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടിൽ പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ബ്ലോക്കായി. അന്ന് പിന്നെ കാണാനോ സൗകര്യങ്ങളോ ഇന്നത്തെ പോലെ ഒരു വീഡിയോ കോളോ ഒന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. നമുക്ക് ഇപ്പോൾ ഒരു സംഭവം വേണ്ടെന്ന് പറയുമ്പോൾ അത് വേണമെന്ന് ഉള്ളൊരു വാശിയുണ്ട്. അപ്പൊ ആ സമയം എന്ന് വെച്ചാൽ എനിക്ക് 24 വയസ്സ്, 21 വയസ്സ്. ആ ഒരു പ്രായത്തില് നമ്മള് ഒളിച്ചോടാൻ തീരുമാനിക്കുന്ന. അപ്പൊ ഒളിച്ചോടാൻ തീരുമാനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെന്നും കാണാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. നമ്മൾ ലൈഫിൽ പിന്നെ ഒരുമിച്ചിട്ടാണുള്ളത്. അന്ന് സിനിമയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹീറോയിൻ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഫുൾ ഇൻഡസ്ട്രിയിൽ എന്തായിരിക്കും അപ്പൊ ചർച്ചയൊക്കെ? ഇൻഡസ്ട്രിയിൽ ഭയങ്കര എന്നെ പ്രാഗിയിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അവള് ആ സമയത്ത് സീരിയലില് സമയം ഭയങ്കര ഹിറ്റാണ് ആ സമയത്ത്. അപ്പൊ ഞാനും സീരിയൽസും സിനിമയൊക്കെ ആയിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹീറോയിൻ ലൈനിൽ ബിസി ആയിട്ടുള്ള പുള്ളിക്കാരത്തിയായിരുന്നു. സമയം എന്നുള്ള നന്നായിട്ട് പോകുന്നൊരു സീരിയലായിരുന്നു. അപ്പോൾ സീരിയൽ തീ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളെ കൊണ്ടുപോയതിൻ്റെ മൊത്തം ആൾക്കാരുടെ ഇതും എനിക്ക് കിട്ടിയത്. ആൾക്കാരെ എല്ലാം വിളിച്ചിട്ട് അവർ വിളിച്ചതെന്ന് വെച്ചാൽ അവളെ സീരിയൽ കംപ്ലീറ്റ് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ് സീരിയലിൽ കുറച്ചാൾ പോയി, വീണ്ടും അഭിനയിക്കാൻ വേണ്ടി കുറച്ചാളും കൂടെ പോയി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അവർ നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഫാമിലി ഒന്നാവണം, ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം, അതൊന്നും അവരുടെ പ്രശ്നമല്ല. അവർക്ക് ഷൂട്ടിംഗ് മാത്രം മതിയായി. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചായിട്ട് നിർത്തി. അതിനുശേഷം പടങ്ങളും കംപ്ലീറ്റ്. എനിക്കൊന്ന് കല്ലുകൊണ്ടൊരു പെണ്ണെന്നുള്ള മൂവി അതിനുശേഷം ചേച്ചി ഈ പറയുന്ന പോലെ ഒളിച്ചോട്ടം എന്നൊക്കെ ആ സമയത്തൊക്കെ സിനിമയിലൊക്കെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. റിയൽ ലൈഫിൽ ഞാൻ ഒളിച്ചോടാൻ പോവാ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഇപ്പോഴും ആ ഹാർട്ട് ബീറ്റ് കാണുമല്ലോ. ആ ഒരു സംഭവം ഇപ്പൊ ആലോചിക്കുമ്പോ അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല. അത്ര ആ സമയത്തൊരു ടെൻഷൻ അത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അല്ലേ എങ്ങനെ ഇറങ്ങി പോയി എന്നൊന്നും. സത്യം അതൊരു പൊട്ടധൈര്യം എന്നൊക്കെ പറയില്ലേ, അതായിരിക്കാം. എന്ന് വെച്ചാൽ അല്ലാണ്ടൊരു പൊട്ടധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമിതമായിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അതെ അതെ. എന്ന് വെച്ചാൽ ഷാർട്ടിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അവർ. അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. നമ്മൾ ഈ വാശി പിടിച്ചിരിക്കുമ്പോൾ ആക്ച്വലി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടില്ല, നമ്മൾ ഇരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. അല്ല നല്ലതായിരുന്നു. അതല്ല, നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഒരു വണ്ടിയിൽ അപ്പൊ അത് പാടില്ല എന്നുള്ള അവർക്ക് വീട്ടുകാർക്ക് ഉണ്ടാവുമല്ലോ അവരുടെ മകളെ കുറിച്ച്. അപ്പൊ ഞാനുമായിട്ട് അടുപ്പമുണ്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും എന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കും. അപ്പൊ ആ ശ്രമം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വാശി കയറാം. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി പല വഴികളിലൂടെ അല്ലെങ്കിൽ പല ആൾക്കാരിലൂടെയൊക്കെ ഫോൺ ചെയ്ത് നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് ഒരു വല്ലാത്തൊരു പിരിമുറുക്കാണ്. ആ സമയത്ത് വേറെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ പാലക്കാടാണ്, അവർ കൊച്ചിയിലാണ്. ഞങ്ങൾ മീറ്റ് ചെയ്യാനോ ഒന്നും സൗകര്യങ്ങളില്ല, ലൊക്കേഷൻ മാത്രമാണ്. അപ്പം നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരെങ്കിലും വരണം. സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരു ചെറിയ അവസരം ഒരുക്കാൻ പോലും പറ്റില്ല. കാരണം അവളുടെ അമ്മയും അച്ഛനും അപ്പൊ അമ്മയൊക്കെ എന്നെ കാണുമ്പോൾ എത്ര ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ എങ്ങനെ പ്രണയം പറയും. പിന്നെ ഞാൻ പറയും ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒന്നുകിൽ ഈ പറയുന്ന ഡേറ്റ്, അപ്പം നമുക്ക് ഈ കല്യാണത്തിന്റെ മുഹൂർത്തമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു മറ്റേ വലിയച്ഛൻ്റെ മോൻ്റെ മാരേജ് ഉണ്ട്. അപ്പം ആ ദിവസം എന്തായാലും മുഹൂർത്തം നല്ലതായിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഒക്ടോബർ 27 ഞാൻ പറഞ്ഞു ഈ ദിവസം നമുക്ക് ഓൾറെഡി അന്നത്തെ മുഹൂർത്തം ഉള്ളതുകൊണ്ട്. അപ്പൊ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കല്യാണത്തിന് അവരെല്ലാം കല്യാണത്തിന് വരിക. അപ്പൊ ഞാൻ പോയി അവളെ വിളിച്ചിറക്കി. ആ മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങൾ എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നമുക്കത് വേണ്ട. അങ്ങനെ പറഞ്ഞു. പക്ഷെ കുറച്ചുകൂടെ പറയണ്ടായിരുന്നു, കുറച്ചുകൂടെ അങ്ങ് നീണ്ടുപോയിരുന്നെങ്കിൽ രസമായിരുന്നു. അത് പക്ഷെ
അങ്ങനൊരു ആ പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ള എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഒരു പ്ലാനിങ്ങും ഇല്ല, എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. എന്തായാലും എന്താ രാജകുമാരനെ കിട്ടിയത്. അയ്യോ ഇതൊക്കെ കേൾക്കണ്ടല്ലോ. ഈ രാജകുമാരന്റെ അല്ല ഈ ലവ് സ്റ്റോറി പറയുമ്പോ മൊത്തം ഇങ്ങനെ ആയിരിക്കുന്നത്, മീശയൊക്കെ അല്ല ഈ രാജകുമാരനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ജീവിച്ച. എന്റെ പിന്നെ രാജകൊട്ടാരെന്ന് പറഞ്ഞാൽ 4 കമ്പും ഒരു ടാർപോളിലുള്ള വീടെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞു വീടായിരുന്നു, ഒരു പഴയ ഓടിട്ട വീടും. സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പൊ അവിടത്തേക്ക് ഒരാൾ വരുമ്പോൾ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയായിരുന്നു. അപ്പൊ ഞങ്ങള് ചിലപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇവളെപ്പോഴും പറയേ, ഫോണിൽ സംസാരിക്കുമ്പോൾ പാട്ട് കേൾക്കും, ഭയങ്കര ക്ലാരിറ്റിയാണ് പാട്ട്. ഒരു കുഞ്ഞ് ടൈപ്പ് റെക്കോർഡറാണ്. പക്ഷെ ഇവള് വിചാരിച്ചു മറ്റേ പുതിയ സിസ്റ്റത്തിന്റെ പുതിയ സിസ്റ്റം ഇല്ല, വലിയ ബോക്സിന്റെ ബോക്സ് പറയുന്ന രീതിയിൽ മിനിമം ഒരു 25,000 വാട്ട്സിന്റെ സൗണ്ട് വീടിന്റെ ഹാളിൽ വെച്ചിട്ടുള്ള വീടാണെന്ന് വിചാരിച്ചു. വീടല്ല, വീട് ഞാൻ കാണിച്ചു കൊടുത്തു അതിന് മുമ്പേ. അങ്ങനെ ഞാൻ ചതിച്ചിട്ടില്ല, ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. വീട് ആദ്യമേ ഷൂട്ടിങ്ങിന് മുമ്പ് ഞാൻ കാണിച്ചു കൊടുത്തു. അതൊക്കെ. പക്ഷേ ഈ മ്യൂസിക് സിസ്റ്റം ഇവിടെ വിചാരിച്ചത് വെച്ചാൽ ഒരു രക്ഷയുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ബാക്കിൽ ചെറിയൊരു സംഗീതം വരുമ്പോൾ ഇവിടെ വിചാരിക്കുന്നു, നമ്മൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒരു മൂട്ട ചെറിയ ഞാൻ പറയും ഇതിലായിരുന്നു നീ ഇത്രയും കാലം. ഈ പാട്ടൊക്കെ ശരിക്കും പറഞ്ഞാല് ആളെല്ലാം പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് പാലക്കാട് ലൈഫ് ഇഷ്ടമായിരുന്നു. എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. അന്ന് ഇപ്പൊ ഈ പറയുന്ന രീതി ആക്ച്വലി എനിക്ക് എല്ലാം പുതിയതായിരുന്നു. തുറന്ന് പറയാ, ഓപ്പൺ ആയിട്ട് പറയാലോ നമുക്ക്. ഈ പറയുന്ന ആക്ച്വലി വാഷിംഗ് മെഷീൻ പോലും ഇല്ലായിരുന്നു അന്ന്. വാഷിംഗ് മെഷീനൊക്കെ പുതിയ ഒന്ന് വന്ന സമയം ആയിരിക്കാം. പക്ഷെ ആണെങ്കിലും അതൊന്നും ഇല്ലായിരുന്നു. ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഇതെല്ലാം ഉണ്ട് താനും. അവളുടെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന രീതി അത്യാവശ്യം ഒരു കുഞ്ഞു വീട്ടിലുണ്ടാകുന്ന സൗകര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. കാലങ്ങൾ മുഴുവൻ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇവിടെ പുതിയ വീട് ഈ വീട്ടിലേക്ക് വരുന്നത് വരെയുള്ള എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ലൈഫ്. 10 വർഷം ഇന്ന് ഞങ്ങൾ മിസ് ചെയ്യും ആ വീട്. ആ വീടും അതൊക്കെ നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. ഏറ്റവും ഹാപ്പിനെസ് ആ വീട്ടിലായിരുന്നു. നിങ്ങളുടെ ഒരു ലൈഫിന്റെ തുടക്കകാലം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ജീവിച്ചു തുടങ്ങിയത് അവിടെയല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. മനസ്സിലായി. വെച്ചാൽ 2 പേര് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് 2 പേരും ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ നമ്മൾ ഉറുമ്പ് കൂട്ടുന്ന പോലെ കുഞ്ഞു 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 അങ്ങനെയാ ജീവിച്ചത്. അല്ലാതെ ഒരു ബൾക്കായിട്ടൊരു പൈസയോ അല്ലെങ്കിൽ ആ ഒരു കരിയറിൽ എനിക്ക് പെട്ടെന്നൊരു അതായത് അവള് ആക്ച്വലി അഭിനയം നിർത്തി. ഞാൻ നിർത്തിയല്ലോ, ഇവള് നിർത്തി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. ചേച്ചി നിർത്താനായിട്ട് അല്ല, അവളുടേതായ രീതിയിലേക്ക് മാരേജ് കഴിഞ്ഞ ഉടനെ ഡാൻസിന്റെ ഇതിലേക്ക് പോകാൻ വേണ്ടി വെറും 5-6 കുട്ടികളൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ 2 വർഷം കഴിഞ്ഞ് തുടങ്ങിയത്. പക്ഷെ അത് വേണ്ടാന്ന് തീരുമാനിച്ച് ഞാൻ തന്നെയാണ്. കാരണം എന്താ അറിയോ, ഓട്ടം ആ 2 പേര് 2 ഭാഗത്താവും. ആ ഒരു കുറച്ച് കാലം കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം ഞാൻ അഭിനയിച്ചുല്ലോ. അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി. അത് നമുക്ക് ഒരു ഫാമിലി ലൈഫിൽ എന്നെ കൊണ്ട് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുന്നു. അപ്പൊ അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് എനിക്കത് ഭയങ്കര ഒരു ടെൻഷനായിട്ട് തോന്നി. അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്യണ്ട. പിന്നെ അന്ന് എനിക്ക് കാറൊന്നും ഇല്ലായിരുന്നു.